ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ കൂട്ടാൻ വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് കഴുകിയിട്ട് ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 4-5 വിസിലായപ്പോൾ പരിപ്പ് ഞങ്ങൾ ഓഫ് ചെയ്തു കേട്ടോ. ഇവിടുത്തെ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് ഒരു 4-5 വിസിലെങ്കിലും അടിക്കണം, എന്നാലൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കടിക്കാനത് ഇഷ്ടമല്ല, ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ ഒരു പേസ്റ്റ് പരുവായി കിട്ടണം, അതാണ് എനിക്കിഷ്ടം. കൂട്ടാൻ വെക്കാൻ അതാണ് ടേസ്റ്റ്. ആമേനെ ഞാനുണ്ടല്ലോ. ആമിക്കിപ്പോൾ എന്ത് കിട്ടിയാലും അത് 2 കഷ്ണാക്കി കൊടുക്കലാണ് കേട്ടോ വെള്ളപ്പണി. അപ്പോൾ അമ്മ കുറച്ച് മുരിങ്ങക്കായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് അവൾ 2-3 കഷ്ണാക്കിയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ മുരിങ്ങയുടെ ഇല നന്നാക്കണതിൻ്റെ ഇടയിൽ ചെയ്ത് വെച്ച പണിയാണ് കേട്ടോ അത്. എനിക്കാണെങ്കിൽ മുരിങ്ങയുടെ ഇല കഴുകി കഴിഞ്ഞ് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കണം തീരെ ഇഷ്ടമല്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം, മുരിങ്ങയുടെ ഇല ഇപ്പോൾ തിന്നണത് നല്ലതാണ്, കണ്ണിന് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ചൂടുകാലത്താണ് ശരിക്കും മുരിങ്ങക്കായ തിന്നേണ്ടത്, തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് ഉള്ളി ഞങ്ങൾ ഇതാക്കി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂട്ടാൻ ചതച്ചിടാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആമിക്കുട്ടിക്ക് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വീണ്ടും കോയമ്പത്തൂർക്ക് തിരിച്ചു പോയി, അപ്പോൾ അതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആമി ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ സെർലാക്കൊക്കെ കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാക്കറ്റ് സെർലാക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്, സ്ട്രോബെറിയും കുറേ ഫ്രൂട്ട്സൊക്കെ ഉള്ളതൊരു ഫ്ലേവറാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആമിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് യോഗേട്ട് എന്ന് പറയുന്നത്. ഞാൻ സാധാരണ ബ്ലൂബെറി യോഗേട്ടാണ് കേട്ടോ മേടിക്കാറുള്ളത്. എന്നിട്ട് ഒരു ദിവസം ഒരു ടീസ്പൂൺ വെച്ചിട്ടൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഏട്ടൻ എന്തായാലും പോവല്ലേ, ഇനി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മാംഗോയും സ്ട്രോബെറിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് 2 മേടിച്ചു. 30 രൂപയാണ് കേട്ടോ ഒന്നിന് വരുന്നത്. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കേട് മേടിച്ചു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരിനെങ്കാട്ട് ഇതാണ് ഇത്ര കുറച്ചും കൂടി നല്ലത്, കഫക്കെട്ട് വരാതിരിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും വെറുതെ ഇരുന്ന് തിന്നാനൊക്കെ നല്ലതാണ് ഇത്ര ഈ സാധനം. എന്താ പറയുക, പ്രത്യേകിച്ച് കഫക്കെട്ടും ഒന്നും വരില്ല അത്ര. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടാ, സാധനം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഇനി കുറച്ച് നമ്മുടെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വെറുതെ കുത്തിക്കാച്ചാണ് കേട്ടോ ചെയ്യണത്, പരിപ്പ് കുത്തിക്കാച്ചാന്ന് പറയില്ലേ, അതുപോലെയാണ് ചെയ്യണത്. തേങ്ങ അരച്ച് വെക്കണില്ല, തേങ്ങ അരച്ച് വെക്കുമ്പോൾ കൂടുതൽ ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ അരച്ച് വെക്കാം, കാരണം കുറച്ചുകൂടി തോനെ കൂട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് കൂട്ടാൻ മതി. അപ്പോൾ തേങ്ങ അരച്ച് വെക്കണില്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളി മുളകും കാച്ചാണ് കേട്ടോ ചെയ്യണത്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ പരിപ്പും മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളിയും മുളകൊക്കെ കാച്ചാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങയുടെ ഇല ഇടാണ്ട് പരിപ്പ് കുത്തി കാച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മുരിങ്ങയുടെ ഇല അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഇനി നന്നായിട്ട് വിസിലടിക്കണ്ട, ജസ്റ്റ് ഇതിലിങ്ങനെ മുരിങ്ങയുടെ ഇല വെന്ത് കിട്ടണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കുറവായിരുന്നു, കുറച്ച് തിക്കിലുണ്ടായിരുന്നത്. അപ്പോൾ കാരണം വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വറ്റുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പരിവം. ഇതൊന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ആമിക്ക് പിന്നെ കടകളിൽ കയറി കഴിഞ്ഞാൽ മിഠായി നിർബന്ധമാണ്. ഇപ്പോൾ എപ്പോഴും ഏട്ടൻ മേടിച്ചു കൊടുക്കുക മഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒരു മഞ്ച് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പകുതി ഞാനിരുന്ന് തിന്നു, കാരണം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിന്നണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ഇത്. പിന്നെ വറുത്തിടാനുള്ള ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമി അമ്മയ്ക്ക് ABCD പറഞ്ഞു തരുമോ? അതിൻ്റെ ഇടയ്ക്ക് ജോണി കയറി വന്നാ, അതെങ്ങനെയാ ശരിയപ്പ? HIJK അതെന്ത് പറച്ചല അത്? HIJK ആണോ? സുന്ദരി എന്താ തിന്നണേ? വാട്ട് ഈസ് ദിസ്? വാവ്, യമ്മി, സൂപ്പറാ. ഒരു പ്ലെങ്കിഷ് കൊടുത്തോളൂ.
നിറച്ച് ചൂടുകൂരു പൊന്തിക്ക് ഗൈസ്, നോക്ക്. അപ്പടി ചൂടുകൂരാണ് മേത് മൊത്തം, കണ്ടോ. പിന്നെ അമ്മ വരുമ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാന്തളായിരുന്നേ. എന്താല്ലേ മീനിനൊക്കെ വില ഗൈസ്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തേ ഇല്ല. പക്ഷെ നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നേ. അപ്പോൾ അതും അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വേറെ ഈ കൂട്ടാനുണ്ടാക്കണൊക്കെ പരിപാടിയിലായിരുന്നു, അത് കാരണം മീനിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനെ പോയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വറുത്തിടണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ കൂട്ടാനൊക്കെ വറുത്തിടാറുള്ളത്, ഓയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടാൻ നാശമായി പോണപ്പോൾ തോന്നും, ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും കൂട്ടാൻ, എനിക്കിഷ്ടമല്ല അത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ കൂട്ടാൻ വറുത്തിടാറ്. അപ്പോൾ ചെറുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വറുത്ത് കോരി വെക്കാം കേട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾ നേരത്തെ ആമിയുടെ കയ്യിലത്തെ കഴിച്ചേൻ ശ്രദ്ധിച്ചു, അത് നമ്മുടെ ആനവാലിൻ്റെ കഴിച്ചേനാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനവാലിൻ്റെ കഴിച്ചേനൊക്കെ കുട്ടികളിട്ട് നടക്കണത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആമിക്ക് അങ്ങനത്തെ ഒരു കഴിച്ച ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ അതാ അങ്ങനത്തെ കഴിച്ച ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂരം സമയത്താണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമാണ് കുട്ടികളുടെ കൈമ അതിങ്ങനെ കിടക്കണത് കാണാനായിട്ട്. അപ്പോൾ ബ്ലാക്ക് വാളയൊന്നും ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ എന്താണെന്ന് അറിയില്ല, എൻ്റെ മോൾക്ക് എന്ത് കിട്ടിയാലും കടിക്കണം. മാല നല്ല വലിപ്പമുള്ള നെഞ്ഞിൻ്റെ അത്ര ഇറക്കമുള്ള മാലയായിരുന്നു. അതും കടിച്ച് പൊട്ടിച്ച് 2 കഷ്ണാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് വീണ്ടും അതിൻ്റെ കണ്ണികളൊക്കെ എടുത്ത് കുഞ്ഞ് മാലയാക്കി കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലോണം ചൂട് പൊന്തിയിട്ടുണ്ട് നെഞ്ഞ് മൊത്തം, നെഞ്ഞത്തും തലയിലും നെറ്റിമേലൊക്കെ നിറച്ച് ചൂട് പൊന്തി ഇറക്കണം. അപ്പോൾ ഇനി അത് മാല ഇട്ടിട്ട് ഇനി ഇറിറ്റേഷൻ ആവണ്ട, ചൂടുകൂരി പൊട്ടിയതാവണ്ടെന്ന് വിചാരിച്ചിട്ട് മാലയൊക്കെ ഊരി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളതാ കൂട്ടാനൊക്കെ നന്നായിട്ട് വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇതും വല്ല മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ ചോറിന്, വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അതല്ലെങ്കിൽ തന്നെ വല്ല മോരുണ്ടെങ്കിൽ തന്നെ ഞാൻ സുഖസുന്ദരമായിട്ട് ചോറിന ആളാണ്. അപ്പോൾ അതാ നമ്മുടെ ചോറിന് കൂട്ടാനുണ്ട്, മീൻ വറുത്തതുണ്ട്, ഉണക്കമീൻ കൂട്ടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.